NMMSമായി ബന്ധപ്പെട്ട ഫിസിക്സിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിറ്റ് ഓഫ് ലെങ്ത്? നീളത്തിൻ്റെ യൂണിറ്റ് ഏത് എന്നതാണ് ചോദ്യം. ആൻസർ ആങ്സ്ട്രോങ്. ഇപ്പോൾ ആങ്സ്ട്രോങ്, പർസക്ക്, ലൈറ്റ് ഇയർ എന്നിവയെല്ലാം നീളത്തിൻ്റെ യൂണിറ്റിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്തത്, ഐഡൻറ്റിഫൈ ദ റിന്യൂവബിൾ എനർജി സോഴ്സ്, അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജരൂപം തന്നിട്ടുള്ളവയിൽ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ സോളാർ സെൽ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജരൂപങ്ങൾ പ്രകൃതിക്ക് യോജിച്ചവയാണ്, അതായത് പ്രകൃതിക്ക് യാതൊരു ദോഷവും വരുത്താത്തവയാണ്. അതുകൊണ്ട് ഇവ ഗ്രീൻ എനർജി, ഹരിതോർജം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ആ പോയിന്റും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. റിന്യൂവബിൾ എനർജി സോഴ്സസ് ഗ്രീൻ എനർജിയിൽ ഉൾപ്പെടുന്നു. പിന്നെ ഒരു കാര്യം കൂടി നോക്കുകയാണെങ്കിൽ, മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങളാണ് മറ്റുള്ള ഓപ്ഷൻസ്, അതായത് കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ ഫോസിൽ ഇന്ധനങ്ങളിൽ ഉൾപ്പെടുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ പ്രകൃതിക്ക് ദോഷമാണ്. റിന്യൂവബിൾ എനർജി സോഴ്സസ് അല്ല, പുനഃസ്ഥാപിക്കാൻ കഴിയില്ല, അതായത് പ്രകൃതിയിൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നവയല്ല ഫോസിൽ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങൾ ബ്രൗൺ എനർജി എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രകൃതിക്ക് യോജിക്കാത്ത എനർജി രൂപങ്ങളാണ് ബ്രൗൺ എനർജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മൊഡ്യൂൾ ഓഫ് ചന്ദ്രയാൻ 2 ഈസ് നേംഡ് ടു കോമമറേറ്റ് എ ഫേമസ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്? ചന്ദ്രയാൻ 2വിൻ്റെ ഏത് ഭാഗമാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരിൽ ബഹുമാനാർത്ഥമായി നൽകിയിരിക്കുന്നത്? ആൻസർ ലാൻഡർ. ലാൻഡർ എന്ന ഭാഗമാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേര് നൽകിയിരിക്കുന്നത്. ലാൻഡർ എന്ന ഭാഗത്തിന് നൽകിയിരിക്കുന്ന പേരാണ് വിക്രം. വിക്രം സാരാഭായ് എന്ന ശാസ്ത്രജ്ഞൻ്റെ ബഹുമാനാർത്ഥമാണ് ലാൻഡർ എന്ന ഭാഗത്തിന് വിക്രം എന്ന് പേര് നൽകിയിരിക്കുന്നത്. ചന്ദ്രയാൻ 2വിൻ്റെ തന്നെ റോവർ എന്ന ഭാഗത്തിന് നൽകിയിരിക്കുന്ന പേരാണ് പ്രഗ്യാൻ. അതും പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് എംപ്ലോയ്സ് ദ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്? അതായത് വൈദ്യുതിയുടെ കാന്തിക ബലം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം ഏത്? ആൻസർ ഇലക്ട്രിക് ബെൽ. ഇലക്ട്രിക് ബെല്ലിൽ വൈദ്യുതിയുടെ കാന്തിക ബലം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ വൈൽ ഡ്രിങ്കിങ് എ ലിക്വിഡ് വിത്ത് എ സ്ട്രോ? സ്ട്രോ ഉപയോഗിച്ച് വെള്ളം കുടിക്കുന്നതിന് പിന്നിലെ ആശയം ഏത് എന്നതാണ് ചോദ്യം. ആൻസർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ലൈറ്റ് ട്രാവൽസ് ത്രൂ കർവ്ഡ് പാത്ത് ഇൻ എ, അതായത് പ്രകാശത്തിന് വക്രപാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് ഇവയിൽ ഏതിലൂടെയാണ്? ആൻസർ ഒപ്റ്റിക് ഫൈബർ. ഒപ്റ്റിക് ഫൈബറിലൂടെയാണ് പ്രകാശത്തിന് വക്രപാതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡിവൈസ് യൂസ്ഡ് ടു ടെസ്റ്റ് വെദർ ആൻ ഒബ്ജക്റ്റ് ഈസ് ക്യാരിയിങ് ചാർജ് ഓർ നോട്ട് ഈസ് കോൾഡ്? അതായത് ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഉപകരണം ഏത്? മറ്റൊരു തരത്തിലും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഏത്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അറിയാനുള്ള ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. ആൻസറാണ് ഇലക്ട്രോസ്കോപ്പ്. അടുത്തത് ചിത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യമാണ്. ചിത്രത്തിൽ ABC പോയിന്റുകളിൽ ലിക്വിഡ് പ്രഷർ, ദ്രാവകമർദ്ദം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ചോദ്യമാണ് തന്നിട്ടുള്ളത്. അപ്പം ആൻസർ നമുക്കറിയാം, ഏറ്റവും താഴെയുള്ള പോയിന്റിൽ ദ്രാവകമർദ്ദം കൂടുതലാണ്, മുകളിലേക്ക് പോകുന്തോറും ദ്രാവകമർദ്ദം കുറയുന്നു. വെൻ ഡെപ്ത് ഇൻക്രീസസ് ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ്. അതുകൊണ്ട് തന്നെ C എന്ന പോയിന്റിൽ മർദ്ദം കൂടുതലാണ്, Bയിൽ
കുറവാണ്. ഏറ്റവും കുറവ് ദ്രാവകമർദ്ദം അനുഭവപ്പെടുന്നത് എ എന്ന പോയിന്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈൽ കോംബിംഗ് ഹെയർ ഇൻ ഡ്രൈ സീസൺ സംടൈംസ് വി എക്സ്പീരിയൻസ് ഹെയർ ഫ്ലൈയിങ് എപ്പാർട്ട്. ദ ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഈസ്. അതായത് വേനൽക്കാലങ്ങളിൽ മുടി ചീകുമ്പോൾ മുടിയിഴകൾ പരസ്പരം അകന്നു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നു. ഇതിനു പുറകിലുള്ള ബലം ഏത്? ആൻസർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, സ്ഥിത വൈദ്യുത ബലം. അടുത്ത ചോദ്യം, വെൻ ടു ബോഡീസ് ആർ റബ്ഡ് ഈച്ച് അതർ ദേ അക്വയർ. അതായത് രണ്ട് വസ്തുക്കളെ പരസ്പരം ഉരസുമ്പോൾ അവയ്ക്ക് ലഭിക്കുന്ന ചാർജിൻ്റെ പ്രത്യേകതയാണ് ചോദിക്കുന്നത്. രണ്ട് വസ്തുക്കളെ പരസ്പരം ഉരസുമ്പോൾ ഒരു വസ്തുവിന് പോസിറ്റീവ് ചാർജും മറ്റേ വസ്തുവിന് നെഗറ്റീവ് ചാർജും ലഭിക്കുന്നു. പോസിറ്റീവ് ചാർജുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുകളുടെ എണ്ണവും തുല്യമായിരിക്കും. അപ്പോൾ ആൻസർ ഈക്വൽ ആൻഡ് അൺലൈക്ക് ചാർജസ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് വെർച്വൽ ഇമേജസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മിറർ. അതായത് ഒരു ദർപ്പണം ഉണ്ടാക്കുന്ന മിഥ്യാപ്രതിബിംബങ്ങളിൽ ശരിയായത് ഏത്? എല്ലായ്പ്പോഴും ശരിയായി വരുന്ന പ്രസ്താവന ഏത്? അതാണ് ചോദ്യം. ആൻസർ ഓൾവേസ് ഇറക്റ്റ്. അതായത് മിഥ്യാപ്രതിബിംബങ്ങൾ എല്ലായ്പ്പോഴും നിവർന്നതായിരിക്കും. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നിവർന്നത് ആയിരിക്കും. ഇനി ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ ഓൾവേസ് ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ചെറുത്. ഇപ്പോൾ ചെറിയ പ്രതിബിംബം ഉണ്ടാക്കുന്നത് കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിറർ ഉണ്ടാക്കുന്ന പ്രതിബിംബം എല്ലായ്പ്പോഴും ചെറുതായിരിക്കും. പ്ലെയിൻ മിറർ ഉണ്ടാക്കുന്ന പ്രതിബിംബം ഒരേ വലിപ്പമുള്ളതായിരിക്കും. അതായത് വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും കൂടി പഠിച്ചു വയ്ക്കുക. വെർച്വൽ ഇമേജ് മിഥ്യാപ്രതിബിംബങ്ങൾ എല്ലായ്പ്പോഴും നിവർന്നതായിരിക്കും. അത് ഏത് മിററാണെങ്കിലും വെർച്വൽ ഇമേജസ് എല്ലായ്പ്പോഴും നിവർന്നതായിരിക്കും. അടുത്തത്, എ കാർ ട്രാവൽഡ് 60 കിലോമീറ്റർ ഇൻ 30 മിനിറ്റ്സ്. ഇറ്റ്സ് ആവറേജ് സ്പീഡ് ഈസ്. അതായത് ഒരു കാറ് 30 മിനിറ്റ് കൊണ്ട് 60 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. അതിൻ്റെ ശരാശരി വേഗത കണ്ടെത്തണം. ഇവിടെ ആൻസേഴ്സ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസിൽ കിലോമീറ്റർ പെർ അവർ എന്നതാണ് യൂണിറ്റ് തന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ 30 മിനിറ്റ് എന്നതിനെ അവർ മണിക്കൂർ ആക്കി മാറ്റേണ്ടതുണ്ട്. നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ എങ്ങനെയാണ് വിശദീകരിക്കുക എന്ന് ഞാൻ അടുത്ത പേജിൽ പറയാം, ശ്രദ്ധിക്കുക കേട്ടോ. ആവറേജ് സ്പീഡ് സമം ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അതായത് ശരാശരി വേഗത സമം ആകെ സഞ്ചരിച്ച ദൂരം ബൈ സഞ്ചരിച്ച ആകെ സമയം. ദൂരം ബൈ സമയം ചെയ്താൽ മതി. സമം ദൂരം 60 കിലോമീറ്റർ ബൈ സമയം 30 മിനിറ്റ്. മിനിറ്റ് എന്നതിനെ മണിക്കൂറിലേക്ക് മാറ്റുന്നതിന് 60 കൊണ്ട് ഹരിക്കുക. അതായത് 30/60 എന്ന് വരും. 30/60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പം നമുക്ക് 60 കിലോമീറ്റർ ബൈ 1/2 അവർ എന്ന് കിട്ടും. അപ്പോൾ 60/1/2 എത്രയാണ്? 60 × 2 വ്യുൽക്രമം റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 60 × 2 എന്ന് വരും. അതായത് 120 കിലോമീറ്റർ പെർ അവർ. നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, മിനിറ്റ് എന്നതിനെ മണിക്കൂറിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഓപ്ഷൻസിൽ ഏത് യൂണിറ്റാണ് തന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് യൂണിറ്റിൽ മാറ്റം വരുത്തണം. അടുത്ത ക്വസ്റ്റ്യൻ, സ്പീഡ് ഓഫ് എ ബസ് ഈസ് 72 കിലോമീറ്റർ പെർ അവർ. സ്പീഡ് ഓഫ് എ കാർ ഈസ് 40 മീറ്റർ പെർ സെക്കൻഡ്. വിച്ച് മൂവ്സ് ഫാസ്റ്റർ. ഒരു ബസ്സിൻ്റെ സ്പീഡ് 72 കിലോമീറ്റർ പെർ അവറും ഒരു കാറിൻ്റേത് 40 മീറ്റർ പെർ സെക്കൻഡും ആണ്. ഇതിൽ ഏതാണ് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, യൂണിറ്റുകൾ വ്യത്യാസമുണ്ട്. ഒന്നാമത്തത് കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ രണ്ടാമത്തത് മീറ്റർ പെർ സെക്കൻഡിൽ ആണ് തന്നിട്ടുള്ളത്. ഇത് രണ്ടും ഒരു യൂണിറ്റിലേക്ക് മാറ്റിയാലാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ.
അതുകൊണ്ട് തന്നെ 72 km/h എന്നതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് 20 m/s എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ സ്പീഡുകൾ കമ്പയർ ചെയ്യാലോ. ഒന്ന് 20 m/s കാറിൻ്റേത് 40 m/s ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് കാറാണ്, 40 m/s. ബസ്സിൻ്റെ സ്പീഡ് വെറും 20 m/s ഉള്ളൂ. അപ്പോൾ ശരിയായ ആൻസർ വരുന്നത് കാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ചീറ്റ can start from rest and attain a velocity of 72 km/h in 2 seconds. Calculate its acceleration. ഒരു ചീറ്റ നിശ്ചലാവസ്ഥയിൽ നിന്ന് 2 സെക്കൻഡ് കൊണ്ട് 72 km/h വേഗതയിൽ എത്തുന്നു. ഇതിൻ്റെ ത്വരണം കണ്ടെത്തണം. ത്വരണം കണ്ടെത്താനുള്ള സമവാക്യം a = v - u/t. വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആൻസർ 10 m/s² എന്ന് കിട്ടും. യൂണിറ്റ് ശ്രദ്ധിക്കണം, 10 m/s² ആണ്. അതേപോലെ വേഗത അല്ലെങ്കിൽ പ്രവേഗം കൂടി വരികയാണ് ചെയ്യുന്നത്. നിശ്ചലാവസ്ഥയിൽ നിന്ന് വേഗം കൂടിയത് കൊണ്ട് ത്വരണം പോസിറ്റീവാണ്. ത്വരണം വേഗത കുറയുകയാണെങ്കിൽ ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. അത് മന്ദീകരണം എന്നറിയപ്പെടും. ഇവിടെ ത്വരണം പോസിറ്റീവാണ്, 10 m/s². അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points A and B is 160 km. A car takes 4 hours to travel this distance. Its average speed is. അതായത് എ ബി എന്ന 2 പോയിൻറ്റ്സ് ഇടയിലുള്ള ദൂരമാണ് 160 km. ഒരു കാറ് 4 മണിക്കൂർ കൊണ്ടാണ് ഈ ദൂരം സഞ്ചരിക്കുന്നത്. അതിൻ്റെ ശരാശരി വേഗത കണ്ടെത്തണം. ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ആകെ ദൂരം ബൈ ആകെ സമയം. അപ്പോൾ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 40 km/h എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, an object is moving in a circular path of radius 5 meter. The displacement after it covers half the circular path is. അതായത് ഒരു വസ്തു വൃത്തപാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ വസ്തു വൃത്തത്തിൻ്റെ പകുതി ദൂരം കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് കണ്ടെത്തേണ്ടത്. അതിന് വൃത്തത്തിൻ്റെ പകുതി ദൂരമാണ് സഞ്ചരിച്ചത്, അതുകൊണ്ട് സ്ഥാനാന്തരം എങ്ങനെയായിരിക്കും? 2 × r ആയിരിക്കും. 2 × റേഡിയസ്, 2 × ആരം. അപ്പോൾ ഇവിടെ എത്ര വരും? 2 × 5 = 10 മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഇനി ഈ വസ്തു ഫുൾ വൃത്തം സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക. അതായത് മുഴുവൻ വൃത്തപാതയും ഒരു പ്രാവശ്യം സഞ്ചരിച്ച് തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്? സ്ഥാനാന്തരം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഒരു വട്ടം ഫുള്ളായിട്ട് സഞ്ചരിച്ചു വരികയാണെങ്കിൽ സ്ഥാനാന്തരം 0 ആയിരിക്കും. പകുതി ദൂരം സഞ്ചരിച്ചത് കൊണ്ട് സ്ഥാനാന്തരം 2 × ആരം, 2 × r ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഡിസ്റ്റൻസ് ഫോർ എ മൂവിങ് ഒബ്ജക്റ്റ് ഈസ്. അതായത് സ്ഥാനാന്തരം ബൈ ദൂരം എന്നതിൻ്റെ അളവ് എങ്ങനെയായിരിക്കും? സ്ഥാനാന്തരം ബൈ ദൂരം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എങ്ങനെയായിരിക്കും എന്നതാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ =1 or <1 ആണ്. അതായത് ഒന്നുകിൽ 1 തുല്യമായിരിക്കും അല്ലെങ്കിൽ 1 കുറവായിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എങ്ങനെയായിരിക്കും? ഒന്നുകിൽ 1 എന്ന ആൻസർ ആയിരിക്കും, അല്ലെങ്കിൽ 1 കുറവായിരിക്കും. കാരണം എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഡിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരിക്കലും ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലായി വരില്ല. ആ ഒരു കാര്യമാണ് ആലോചിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലാവില്ല. ഒന്നുകിൽ ഡിസ്റ്റൻസിനോട് തുല്യമാവാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസിനേക്കാൾ കുറവായിരിക്കും. അതേസമയം ഇങ്ങനെയാണ് ചോദിച്ചിരുന്നെങ്കിൽ, അതായത് ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ്
ദൂരം ബൈ സ്ഥാനാന്തരം ആണ് ചോദിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ റേഷ്യോ എങ്ങനെയാകുമായിരുന്നു? ഈക്വൽ ടു 1 ഓർ ഗ്രേറ്റർ ദാൻ 1 ആകുമായിരുന്നു. കാരണം എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കാം. ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും കൂടുതലായി വരാം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നതിനോട് തുല്യമായി വരാം. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനോട് തുല്യമാകാം, അല്ലെങ്കിൽ കൂടുതലാകാം. അതുകൊണ്ട് റേഷ്യോ ഇങ്ങനെയായിരിക്കും വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എ ബസ് ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 50 km/h. ഹൗ ലോങ് വിൽ ഇറ്റ് ട്രാവൽ ഇൻ 4 hours? അതായത് ഒരു ബസ് 50 km/h എന്ന സ്പീഡിൽ സഞ്ചരിക്കുന്നു. 4 മണിക്കൂർ കൊണ്ട് അത് എത്ര ദൂരം സഞ്ചരിക്കും എന്നതാണ് കണ്ടെത്തേണ്ടത്. നമുക്കിവിടെ ദൂരം ആണ് കണ്ടെത്തേണ്ടത്, സ്പീഡ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് കണ്ടെത്താൻ എന്താ ഇക്വേഷൻ എഴുതാൻ പറ്റുക? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ സ്പീഡും ടൈമും വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ 200 km/h എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്റ്റൻസ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഈക്വൽ? താഴെ തന്നിരിക്കുന്നവയിൽ ഏതിലാണ് ദൂരവും സ്ഥാനാന്തരവും തുല്യമായി വരുന്നത്? ഇതിൻ്റെ ആൻസർ കാർ മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ്. അതായത് കാറ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും, അതായത് ദൂരവും സ്ഥാനാന്തരവും തുല്യമായിരിക്കും. അപ്പോൾ ദൂരവും സ്ഥാനാന്തരവും തുല്യമായിരിക്കാനുള്ള കണ്ടീഷനാണ് നമ്മൾ പഠിക്കേണ്ടത് ഇതിൽ നിന്ന്. അതിന് വേണ്ടത് ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലായിരിക്കണം, ഒരേ ദിശയിലായിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തുല്യമായി വരണമെങ്കിൽ എന്ത് വേണം? വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിൽ, ഒരേ ദിശയിൽ, ഒരേ ഡയറക്ഷനിലും ആയിരിക്കണം, സ്ട്രെയിറ്റ് ലൈനിലും ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി, ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ്. അതായത് സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ത്വരണം എങ്ങനെയായിരിക്കും? ആൻസർ 0. സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ത്വരണം 0 ആയിരിക്കും. ഒരു വസ്തുവിന് ത്വരണം സംഭവിക്കുന്നത് ആ വസ്തുവിൻ്റെ പ്രവേഗത്തിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ്. അതായത് വെലോസിറ്റിയിൽ ചേഞ്ച് വരുമ്പോൾ മാത്രമാണ് ആക്സലറേഷൻ ഉണ്ടാകുന്നത്. ഇവിടെ വസ്തുവിന് സമപ്രവേഗം യൂണിഫോം വെലോസിറ്റി ആയതിനാൽ ആക്സലറേഷൻ ഉണ്ടാകുന്നില്ല, ത്വരണം 0 ആയിരിക്കും. ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൽ പ്രോബ്ലംസ് തന്നിട്ടുള്ളത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. ആൻസർ ശരിക്കും കിട്ടുന്നുണ്ടോ എന്ന് ചെയ്ത് നോക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.